ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും LGS പരീക്ഷയ്ക്ക് തയ്യാറായിരിക്കുകയാണ്. അവസാന റൗണ്ട് പോരാട്ടം, വളരെ പ്രാധാന്യമുള്ള ഈ ഒരു പോരാട്ടത്തിന്റെ അവസാന നിമിഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ വളരെ പെട്ടെന്ന്, അധികം ടൈമില്ലാതെ ചർച്ച ചെയ്യാം. ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ ലൈവ് പൂർണ്ണമായിട്ടും, ഈ ക്ലാസ് പൂർണ്ണമായിട്ടും കേൾക്കാൻ, സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾ തയ്യാറാകുക. ഒപ്പം നിങ്ങളുടെ കമന്റുകൾ, നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക. കൃത്യമായി നിങ്ങൾക്ക് അതിനുള്ള ഉത്തരങ്ങൾ കിട്ടിയിരിക്കും. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. എൻ്റെ പേര് രാഖിൽ RS. നിങ്ങൾ LGS പരീക്ഷാ സിലബസിലെ പൊതുവിജ്ഞാനം അല്ലെങ്കിൽ ജനറൽ നോളജുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുതകളാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ സിലബസ് തന്നെ ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ സിലബസ് നിങ്ങൾക്കറിയാം. ആകെ 100 മാർക്കിൽ പൊതുവിജ്ഞാനം, ജനറൽ നോളജ് 40 മാർക്കാണ്. LGS പരീക്ഷയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് പൊതുവിജ്ഞാനം 40 മാർക്കിനാണ്. അതുപോലെ തന്നെ ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്, വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് കാര്യങ്ങൾ 20 മാർക്കാണ്. അതുപോലെ സയൻസ് 10 മാർക്ക്. നമുക്കറിയാം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാം കൂടി എത്ര മാർക്ക്? 10 മാർക്ക്. അതുപോലെ പൊതുജനാരോഗ്യം 10 മാർക്ക്. ബയോളജിയാണ് കൂടുതൽ വരിക. പൊതുജനാരോഗ്യം 10 മാർക്ക്. ലഘുഗണിതം, മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും, അല്ലെ, സിമ്പിൾ അരിത്തമെറ്റിക്, മെന്റൽ എബിലിറ്റി മുതലായ വിഷയങ്ങൾ, അല്ലാതെ കണക്ക് 20 മാർക്ക്. ഇംഗ്ലീഷ് ഇല്ലെന്നുള്ളത് നമുക്കറിയാം. ആകെ 100 മാർക്കിന്റെ സിലബസ്. ഞാൻ സിലബസ് അവസാന നിമിഷം പരിചയപ്പെടുത്തുകയല്ല, പക്ഷേ സിലബസ് അറിഞ്ഞ് നമ്മൾ ടോപ്പിക്കുകളെ വളരെ പെട്ടെന്ന് ഒന്ന് പഠിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ പൊതുവിജ്ഞാനം കോമൺ GK 40 മാർക്കിന്റെ ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ. വളരെ പെട്ടെന്ന് നോക്കുക. നമ്മുടെ ഈ ടോപ്പിക്കിൽ ഒന്നാമതായി പറയുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവയ്ക്ക് 5 മാർക്കിന്റെ ടോപ്പിക്കാണ്. അതായത് മോഡേൺ ഇന്ത്യ എന്നറിയപ്പെടുന്ന ഭാഗമല്ലേ, 5 മാർക്ക്. ആധുനിക ഇന്ത്യ ചരിത്രം 1857 വിപ്ലവത്തിന്റെ ചരിത്രം മുതൽ തുടങ്ങുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വെരി ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, ഇന്ത്യയുടെ മഹത്തായ 1ാം സ്വാതന്ത്ര്യ സമരമെന്ന് നമ്മൾ അഭിമാനപൂർവ്വം വിളിക്കുന്നു. ബ്രിട്ടീഷുകാർ ശിപായി മ്യൂട്ടണി എന്നും ഡെവിൾസ് വിൻഡെന്നും കളിയാക്കി വിളിച്ച 1857 വിപ്ലവം ഒരു പട്ടാള ലഹളയായി മീററ്റിൽ മംഗൽ പാണ്ഡെ എന്ന പട്ടാള ഉദ്യോഗസ്ഥന്റെ രക്തസാക്ഷിത്വത്തെ തുടർന്ന് ആരംഭിച്ചെങ്കിലും പിന്നീട് നാടും നഗരവും ഏറ്റെടുത്ത, നാട്ടുരാജാക്കന്മാരുമെല്ലാം ഏറ്റെടുത്ത മഹാസമരമായി മാറിയ ഈ പ്രക്ഷോഭത്തെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓരോ സ്ഥലത്തും ഗ്വാളിയാറിൽ, ഝാൻസിയിലെല്ലാം പ്രക്ഷോഭം നയിച്ച ഝാൻസി റാണിയാണ്. ദണ്ഡു പാന്ത് എന്നറിയപ്പെടുന്നത് ആരാണ്? രാമചന്ദ്ര പാണ്ഡു രംഗ്. നിങ്ങൾക്കെല്ലാം അറിയാം, ഞാൻ അങ്ങോട്ട് പോവുകയല്ല. പക്ഷെ ഒരു വ്യത്യസ്തമായ ചോദ്യം ചോദിച്ചത് കേരള PSC. അസിർഗഡ് വിളംബരത്തിന് പകരം അസിഗ്രാം എന്നാണ് PSC ചോദിച്ചത്. കാരണം PSC ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വഴി ചോദ്യങ്ങളെ തർജ്ജമ ചെയ്യുമ്പോഴുള്ള പ്രശ്നം ഇവിടെ ഉണ്ടായിരുന്നു. അസിർഗഡ് വിളംബരം അല്ലെങ്കിൽ അസിഗ്രാം വിളംബരം എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ഉത്തരം. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ്. 1857 വിപ്ലവത്തോടനുബന്ധിച്ച് ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹിയിലെ സുൽത്താനായി അവരോധിക്കപ്പെടുകയും അതിനെ തുടർന്ന് അദ്ദേഹം വിപ്ലവകാരികളെ ഡൽഹിയിലേക്ക് വിളിച്ചുകൂട്ടാൻ പുറപ്പെടുവിച്ച വിളംബരത്തിന്റെ പേരാണ് അസിർഗഡ് വിളംബരം. ഈ പ്രക്ഷോഭം ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യമാണ്. പിന്നീട് നമുക്കറിയാം, ഇങ്ങോട്ട് ബ്രിട്ടീഷ് പാർലമെന്റിന് ബോധോദയമുണ്ടായി. 1857 വിപ്ലവത്തെ തുടർന്ന് ഒരു നിയമം പാസാക്കി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയുടെ മേലുണ്ടായിരുന്ന എല്ലാ അധികാരങ്ങളും നിർത്തലാക്കിക്കൊണ്ട് ഇന്ത്യയുടെ ഭരണം പൂർണ്ണമായും ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുക്കാൻ കാരണമായ നിയമം പറയാമോ? ദിസ് ആക്ട് വിച്ച് വാസ് പോപ്പുലർലി നോൺ ആസ് ക്വീൻസ് പ്രൊക്ലമേഷൻ ആക്ട്, വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം എന്നറിയപ്പെടുന്ന നിയമം. ഉത്തരം കിട്ടുന്നുണ്ടോ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ഈ നിയമത്തിന് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം. വേറെയും പേരുണ്ട്. ദി ആക്ട് ഫോർ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ദി ആക്ട് ഫോർ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. പിന്നെയും ഒരു പേരുണ്ട്, കേട്ടിട്ടുണ്ടോ? ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ പീപ്പിൾ എന്നിങ്ങനെ എല്ലാം അറിയപ്പെടുന്ന നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ഈ നിയമം പാസ്സാക്കിയതോടുകൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എല്ലാ അധികാരങ്ങളും നിർത്തലാക്കി ഇന്ത്യയുടെ ഭരണം ഏറ്റെടുത്തു. ഇതിന് പ്രകാരമാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു പദവി എന്നേക്കും നിർത്തലാക്കിയ പദവി ഗവർണർ ജനറൽ. പകരം കൊണ്ടുവന്നൊരു പുതിയ പദവി വൈസ്രോയി ഓഫ് ഇന്ത്യ. ആരായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യ വൈസ്രോയും? കമന്റ് ചെയ്യാമോ? ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ, ആദ്യ വൈസ്രോയി. ഒറ്റ ഉത്തരം, ലോർഡ് കാനിങ് എന്നാണ്. അല്ലേ, ലോർഡ് കാനിങ് അല്ലേ? എന്നിങ്ങനെ ഒട്ടനവധി പിന്നീട് പ്രക്ഷോഭങ്ങൾ
അല്ലെങ്കിൽ പോരാട്ടങ്ങൾ നടന്ന കാലഘട്ടമാണ് 1800കളുടെ അവസാന കാലഘട്ടം. പിന്നീടാണ് നമുക്കെല്ലാം അറിയാം 1915 എന്ന വർഷം. അതിനിടയ്ക്ക് വെച്ചിട്ട് ഒരു മിന്റോ മോർലി റിഫോം ഉണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി മുസ്ലിങ്ങൾക്ക് പ്രത്യേക സംവരണം, സ്പെഷ്യൽ ഇലക്ടറേറ്റ്സ് എന്ന ആശയം മുന്നോട്ട് വെച്ച നിയമം ഏതാണ്? ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909, which was popularly known as മിന്റോ മോർലി റിഫോം. മിന്റോ മോർലി റിഫോം എന്നറിയപ്പെട്ടതാണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്. പിന്നീട് ഒട്ടനവധി നിയമങ്ങളുണ്ട്. 915 കൂടി 915 ജനുവരി 9 ഇന്ത്യ ചരിത്രത്തിൽ വളരെ വഴിത്തിരിവായ സംഭവമാണ്. ആർക്ക് പറയാം? 915 ജനുവരി 9. ആർക്ക് പറയാം? 915 ജനുവരി 9 മഹാനായ ഒരാൾ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി. ആരാണ് ആ മഹാൻ എന്ന് വെച്ചാൽ മറ്റാര്? മഹാത്മാഗാന്ധിയാണ്. എവിടെ നിന്നാണ് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത്? ദക്ഷിണാഫ്രിക്കൻ പര്യടനം അവസാനിപ്പിച്ചാണ് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിച്ചേർന്ന വർഷം 1893. എന്തിനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിച്ചേർന്നത്? അവിടെ ഒരു കേസ് വാദിക്കാൻ ഒരു ബാരിസ്റ്ററാണ്, അല്ലെ, ഒരു ലോയറാണ് ഗാന്ധിജി. ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനിയുടെ കേസ് വാദിക്കാൻ ദക്ഷിണാഫ്രിക്കയിൽ എത്തുകയാണ് ഗാന്ധിജി. അവിടെ എത്തുമ്പോഴാണ് അവിടുത്തെ രൂക്ഷമായ വർണ്ണ വിവേചനങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ഗാന്ധിജിയെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തേക്ക് തള്ളിയെറിഞ്ഞ റെയിൽവേ സ്റ്റേഷൻ ഏതാണെന്ന് നിങ്ങൾ കേട്ട് കാണും. ദക്ഷിണാഫ്രിക്കയിലെ സെന്റ് പീറ്റർ മാരിറ്റസ്ബർഗ് എന്നാണ്. സെന്റ് പീറ്റർ മാരിറ്റസ്ബർഗ്. ആ വീഴ്ചയാണ് ഗാന്ധിജിയെ വർണ്ണ വിവേചനങ്ങൾക്കെതിരെ പോരാടാൻ പ്രേരിപ്പിച്ചത്. അപ്പൊ ചോദിക്കാം, ദക്ഷിണാഫ്രിക്കയിൽ നിലവിലുണ്ടായിരുന്ന വർണ്ണ വിവേചനങ്ങളെ വിളിച്ചിരുന്ന പേരെന്ത്? ഉത്തരം അപ്പാർത്തീഡ് എന്നാണ്. എന്താണ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എന്താണ് പറഞ്ഞത്? അപ്പാർത്തീഡ്. ദക്ഷിണാഫ്രിക്കയിൽ നിലവിലുണ്ടായിരുന്ന വർണ്ണ വിഭജനങ്ങളെ വിളിക്കുന്ന പേര് അപ്പാർത്തീഡ് എന്നായിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജി 2 ആശ്രമങ്ങൾ സ്ഥാപിച്ചു. കേട്ടിട്ടില്ലേ? ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ ടോൾസ്റ്റോയ് ഫാമും ഡർബനിൽ ഫീനിക്സ് സെറ്റിൽമെന്റ് സ്ഥാപിച്ചത് ഗാന്ധിജിയാണ്. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജി ആരംഭിച്ച പത്രം കേട്ട് കാണും, ഇന്ത്യൻ ഒപ്പീനിയൻ. ദക്ഷിണാഫ്രിക്കയിലെ ഗാന്ധിജിയുടെ ജീവിതം വിവരിക്കുന്ന പുസ്തകമാണ് ദി അപ്രന്റീസ്ഷിപ്പ് ഓഫ് മഹാത്മ. അപ്രന്റീസ്ഷിപ്പ് ഓഫ് മഹാത്മ എന്ന പുസ്തകം എഴുതിയത് ദക്ഷിണാഫ്രിക്കൻ സാഹിത്യകാരിയായ ഫാത്തിമ മീർ. കേട്ട് കാണും. ഈ പുസ്തകത്തെ ആധാരമാക്കിയ ചലച്ചിത്രമാണ് മേക്കിംഗ് ഓഫ് മഹാത്മ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കൻ ജീവിതം വിവരിക്കുന്ന ചലച്ചിത്രം ഏത് ചോദിച്ചാൽ മേക്കിംഗ് ഓഫ് മഹാത്മ. സംവിധാനം ഒരു 100 തവണയെങ്കിലും PSC ചോദിച്ചതാണ്. മേക്കിംഗ് ഓഫ് മഹാത്മ എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? കമന്റ് ചെയ്യാമോ നിങ്ങൾക്ക് ആ പേര്? ആരാണ് മേക്കിംഗ് ഓഫ് മഹാത്മ എന്ന ചിത്രം സംവിധാനം ചെയ്തത്? ഉത്തരം ശ്യാം ബെനഗൽ എന്നാണ് ശരി ഉത്തരം. ശ്യാം ബെനഗൽ. മറന്നുപോകരുത്. ഗാന്ധി ഫിലിം, ഗാന്ധി ഫിലിം അല്ലെ, നമുക്കറിയാം നിരവധി ഓസ്കാർ അവാർഡുകൾ വാരിക്കൂട്ടിയ സിനിമയാണ്. 2024 നടന്ന ഒരു പ്രധാനപ്പെട്ട പരീക്ഷയുടെ ചോദ്യം, ഗാന്ധി എന്ന ചലച്ചിത്രത്തിന് കിട്ടിയ ഓസ്കാർ അവാർഡുകളുടെ എണ്ണം എത്രയെന്നാണ്. 8 ഓസ്കാർ അവാർഡുകളാണ് കിട്ടിയത്. അറിയില്ലേ നിങ്ങൾക്ക്? ബെൻ കിൻസിലി ഗാന്ധിജിയുടെ വേഷമിട്ടു. ഹർഷ നയ്യാർ ഗോഡ്സെയുടെ വേഷമിട്ട് അഭിനയിച്ച ഈ സിനിമ സംവിധാനം ചെയ്ത വ്യക്തി റിച്ചാർഡ് ആറ്റൻബറോ ഗാന്ധി ഫിലിം സംവിധാനം ചെയ്യുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഗാന്ധി എന്ന ചിത്രത്തിലൂടെയാണ് ഇന്ത്യയിലേക്ക് ആദ്യമായി ഓസ്കാർ അവാർഡ് കടന്നു വന്നത്. ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ ഓസ്കാർ അവാർഡ് കിട്ടിയത് ഈ ചിത്രത്തിലൂടെയാണ്. ആരാണ്? ഭാനു അത്തയ്യ. മികച്ച കോസ്റ്റ്യൂം ഡിസൈനിങ്ങിനാണ്, വസ്ത്രാലങ്കാരത്തിലാണ്. ഈ കഥയൊക്കെ നിങ്ങൾക്കറിയാം. അപ്പൊ ഗാന്ധിജി 21 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നമ്മുടെ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയതിന്റെ ഓർമ്മയ്ക്കായി 915 ജനുവരി 9 മടങ്ങിയെത്തിയതിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ജനുവരി 9 ഇന്ത്യയിൽ എന്തായിട്ട് ആചരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ പ്രവാസി ഭാരതീയ ദിനം ആയിട്ടാണ് ആചരിക്കുക. പ്രവാസി ഭാരതീയ ദിനം ആയിട്ട് ആചരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജനുവരി മാസം 9-ാം തീയതിയാണ്. ഓർത്തിരിക്കുക നിങ്ങൾ. ഗാന്ധിജി മടങ്ങിയെത്തിയതോടുകൂടി നിങ്ങൾക്കറിയാം, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലോട്ട് പോയത് ഒരു കോട്ട സൂട്ടൊക്കെ ഇട്ടാണ് മടങ്ങി വരുന്നത്. നമുക്കറിയാം ഈ ലളിത വസ്ത്രധാരിയായിട്ടാണ്. അതുകൊണ്ടാണ് മഹാനായ ഒരാൾ പറഞ്ഞു, നിങ്ങൾ വെറും മോഹൻദാസിനെ ദക്ഷിണാഫ്രിക്കയിലേക്ക് അയച്ചു, ഞങ്ങൾ അദ്ദേഹത്തെ മഹാത്മാവാക്കി തിരിച്ചയച്ചു. ആരുടെ കമന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരായിരിക്കും? നിങ്ങൾ വെറും മോഹൻദാസിനെയാണ് ദക്ഷിണാഫ്രിക്കയിലേക്ക് അയച്ചത്, ഞങ്ങൾ അദ്ദേഹത്തെ മഹാത്മാവാക്കി തിരിച്ചയച്ചു. ശരിയല്ലേ? വെറും ഒരു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ജനിച്ചത് ഗുജറാത്തിലെ പോർബന്തറിലാണ്. പക്ഷേ മഹാത്മാഗാന്ധി ജനിച്ചത് ദക്ഷിണാഫ്രിക്കയിലാണെന്നാണ് പറയുക. ഇത് നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണ്. നിങ്ങൾ മോഹൻദാസിനെ ദക്ഷിണാഫ്രിക്കയിലേക്ക് അയച്ചു, ഞങ്ങൾ അദ്ദേഹത്തെ മഹാത്മാവാക്കി തിരിച്ചയച്ചു പറഞ്ഞത് ആരാണ്? നെൽസൺ മണ്ടേലയാണ്. ഗാന്ധിജി വന്നതിനപ്പുറത്തേക്ക് ഗാന്ധി നിറ 919 ആരംഭിക്കുന്നു. ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ഗാന്ധിജി പങ്കെടുത്ത ആദ്യ പൊതുപരിപാടി
ഈ കഴിഞ്ഞ LP UP അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഗാന്ധിജി ഇന്ത്യയിൽ മടങ്ങിയെത്തി പങ്കെടുത്ത ആദ്യ പൊതുപരിപാടിയാണ്, കേട്ട് കാണുന്ന നിങ്ങൾ, ഏതാണ്? ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനമാണ് 1916. ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനം മദൻ മോഹൻ മാളവ്യ ശിലാസ്ഥാപനം നടത്തിയ ഒരു സർവകലാശാല. 917 ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ. 918 അഹമ്മദാബാദ് തുണിമിൽ സമരം ഖേദ സത്യാഗ്രഹം എല്ലാം അറിയാം. 919 ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. എന്തിലൂടെ? റൗലറ്റ് ആക്ടിനെതിരായുള്ള സമരത്തിലൂടെ. നിങ്ങൾ കേട്ടിട്ടില്ലേ? റൗലറ്റ് ആക്ടിനെതിരെയുള്ള സമരത്തിന്റെ ഭാഗമായി ഗാന്ധിജി ഇന്ത്യയിലാകമാനം ഹർത്താൽ ആഹ്വാനം ചെയ്യുന്നു ഏപ്രിൽ മാസത്തിൽ, നിങ്ങൾക്കറിയാം. ഇതിനെ തുടർന്ന് ജാലിയൻ വാലാബാഗ് മസ്സേക്കർ കൂട്ടക്കൊല നടക്കുകയും ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുകയും ചെയ്യുന്നു. നിസ്സഹകരണ പ്രസ്ഥാനം നിങ്ങൾക്കെല്ലാം അറിയാം. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടത്തപ്പെട്ട ആദ്യത്തെ ബഹുജന സമരം എന്നറിയപ്പെടുന്നതാണ് നിസ്സഹകരണ പ്രസ്ഥാനം. നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് തിലക് സ്വരാജ് ഫണ്ട് സ്വരൂപിച്ചതാര് ചോദിച്ചാൽ ബാലഗംഗാധര തിലകൻ. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നതിന്റെ തലേ ദിവസം മരണപ്പെട്ടു പോയ ദേശീയ നേതാവ് ചോദിച്ചാൽ ബാലഗംഗാധര തിലകനാണ് എൻ്റെ ഏറ്റവും വലിയ താങ്ങ് വീണുപോയിരിക്കുന്നു എന്ന് ഗാന്ധിജി പറഞ്ഞത്. ആരുടെ മരണത്തെക്കുറിച്ച് ചോദിച്ചാൽ ലാൽ പാൽ ബാൽ ത്രയങ്ങൾ അല്ലെ, വൺ ഓഫ് ദി എക്സ്ട്രീമിസ്റ്റ് വിങ് ഓഫ് INC-യുടെ എക്സ്ട്രീമിസ്റ്റ് അല്ലെങ്കിൽ തീവ്രവാദി വിഭാഗത്തിന്റെ നേതാക്കൾ ഒരാളായിട്ടുള്ള ബാലഗംഗാധര തിലകനെ കുറിച്ച് ഗാന്ധിജി പറഞ്ഞ കമന്റാണ് മരണപ്പെട്ടപ്പോൾ എൻ്റെ ഏറ്റവും വലിയ താങ്ങ് വീണുപോയിരിക്കുന്നു. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജി പെട്ടെന്ന് തീരുമാനിച്ചു. ഒരു ബുദ്ധശൂന്യതയാണെന്നും ഒരു ദേശീയ ദുരന്തമാണെന്നൊക്കെ പലരും അഭിപ്രായപ്പെട്ടു. സുഭാഷ് ചന്ദ്രബോസിന്റെ കമന്റ് എല്ലാം നമുക്കറിയാം. ചൗരി ചൗര സംഭവമാണ്. ചൗരി ചൗര സംഭവത്തോടു കൂടി ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുന്ന കഥ നമുക്കറിയാം. പിന്നീട് ഇതിനിടയ്ക്ക് വെച്ച് 1919 തന്നെ മൊണ്ടേഗു സെംസോഡ് റിഫോം നിലവിൽ വന്നു. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മൊണ്ടേഗു സെംസോഡ് റിഫോം. ഇതിലൂടെ തന്നെ ഇന്ത്യൻ സ്ത്രീകൾക്ക് ആദ്യമായി ഔദ്യോഗിക വോട്ടവകാശം, പ്രവിശ്യകളിൽ ദ്വിഭരണം നടപ്പിലാക്കി. ഇന്ത്യയിൽ ആദ്യമായി ബൈ ക്യാമറൽ സിസ്റ്റം, ദ്വിമണ്ഡല ഭരണ സംവിധാനം മുന്നോട്ട് വെച്ചു. ഇതിനെല്ലാം കാരണമായ നിയമം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. പിന്നീട് നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതിനിടയ്ക്ക് INC-യുടെ രൂപീകരണം 1885 ഡിസംബർ 28 INC രൂപീകൃതമായി. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ INC സമ്മേളനം നിങ്ങൾക്കറിയാം. ഗാന്ധിജി പ്രസിഡന്റായ ഒരേ ഒരു INC സമ്മേളനം ഈ കാലഘട്ടത്തിലാണ് 924 ബെൽഗാം INC സമ്മേളനം. ഇതെല്ലാം നമുക്കറിയാവുന്ന വസ്തുതകളാണ്. നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജി ആരംഭിക്കും. സിവിൽ ഡിസൊബീഡിയൻസ് എന്ന ആശയം ഗാന്ധിജിക്ക് ലഭിച്ചത് ആരിൽ നിന്നും എന്ന് ചോദിക്കുമ്പോൾ ഹെൻറി ഡേവിഡ് തോറോയുടെ ആശയമാണ്. സിവിലാജ്ഞാലംഘന സമരത്തിന്റെ ഭാഗമായിട്ട് ഉപ്പ് സത്യാഗ്രഹം ആരംഭിക്കുന്നു. സാൾട്ട് സത്യാഗ്രഹ, ഉപ്പ് സത്യാഗ്രഹം ഗാന്ധിജി ആരംഭിക്കും. ദണ്ഡി മാർച്ച് നമുക്കറിയാം. സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് 78 അനുയായികളെയും കൊണ്ട് നടന്നു പോകുന്നു. ദണ്ഡി മാർച്ചിന്റെ പടയണി ഗാനം ഉത്തരം രഘുപതി രാഘവ് രാജാറാം. എഴുതിയതാര്? ഉത്തരം ലക്ഷ്മണാചാര്യ. ചിട്ടപ്പെടുത്തിയത് വിഷ്ണു ദിഗംബർ പുലിസ്കർ. ഗാന്ധിജിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രാർത്ഥനാ ഗീതം എന്നറിയപ്പെടുന്നത് വൈഷ്ണവ ജനതോ. എഴുതിയത് ഭഗത് നരസിംഹമേത്ത. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഉപ്പ് എന്ന വാക്ക് നിഗൂഢമായൊരു വാക്കായി മാറിയിരിക്കുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പോലും ചെറുക്കാൻ കരുത്തുള്ള വാക്ക്. പറഞ്ഞത് നെഹ്റു. ഉപ്പ് പിടിച്ചിരിക്കുന്ന ഈ മുഷ്ടി ഒരുപക്ഷെ തകർക്കപ്പെട്ടേക്കാം, പക്ഷെ ഈ ഒരു പിടി ഉപ്പ് ഞങ്ങൾ വിട്ടുതരില്ല. പറഞ്ഞത് ഗാന്ധിജി. ദണ്ഡി മാർച്ചിനെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്, സ്റ്റോം ഇൻ ദ ടീ കപ്പ് എന്ന് വിളിച്ചത് ആരാണ്? ഉത്തരം ലോർഡ് ഇർവിൻ. വിപ്ലവത്തിന്റെ കിൻഡർ ഗാർഡൻ സ്റ്റേജ് എന്ന് ദണ്ഡി മാർച്ചിനെ വിളിച്ചത് ആരാണ് ചോദിച്ചാൽ ബ്രൈൽസ് ഫോർഡ് എന്ന ബ്രിട്ടീഷ് പത്രപ്രവർത്തകനാ. ബ്രൈൽസ് ഫോർഡ് ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള പ്രയാണത്തോട് ദണ്ഡി മാർച്ചിനെ ഉപമിച്ചത് മോത്തിലാൽ നെഹ്റു ആണെങ്കിൽ നെപ്പോളിയന്റെ എൽബയിൽ നിന്ന് പാരീസിലേക്കുള്ള പ്രയാണമാണ് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെട്ടു ഉപ്പുസമരത്തെ തുടർന്ന്. നമുക്കറിയാം ഏപ്രിൽ മാസത്തിൽ 6-ാം തീയതി ഉപ്പ് നിയമം ലംഘിക്കപ്പെടുന്നു. ഉപ്പ് നിയമം ലംഘിക്കപ്പെട്ടതിനെ തുടർന്ന് ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് ഉപ്പുസമരത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തതാര് എന്ന് ചോദിക്കുമ്പോൾ അബ്ബാസ് തിയാബ്ജി എന്നാണ് ശരി ഉത്തരം. മറന്നുപോരുതാ പേര്, അബ്ബാസ് തിയാബ്ജി. നിയമലംഘന സമരത്തിന്റെ ഭാഗമായി കൊച്ചു കേരളത്തിലും പ്രക്ഷോഭം ആരംഭിക്കുന്നു.
കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ വിവിധ ഉത്തർപ്രദേശിൽ ആരാണ് ഉപസമരത്തിന് നേതൃത്വം കൊടുത്ത് ഉത്തർപ്രദേശ് ഗാന്ധി എന്ന് വിളിക്കുന്നു? പുരുഷോത്തം ദാസ് ടണ്ടൻ അല്ലെ? വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നു ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതുപോലെ തന്നെ റാണി ഗൈഡില്യു, നാഗാലാൻഡ് പോലുള്ള പ്രദേശങ്ങളിൽ റാണി ഗൈഡില്യുവിന്റെ നേതൃത്വത്തിലാണ്. തമിഴ്നാട്ടിൽ വേദാരണ്യം കടപ്പുറത്ത് ആര്? വേദാരണ്യം ഗാന്ധി, സി രാജഗോപാൽ ആചാരി അല്ലേ? എന്നിങ്ങനെ നിരവധി ആളുകളാണ്. അതുപോലെ നമ്മുടെ കൊച്ചു കേരളത്തിൽ കെ കേളപ്പൻ ഉപസമരത്തിന് നേതൃത്വം കൊടുത്തു, നിയമലംഘന പ്രസ്ഥാനം. അതിനുശേഷമാണ് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുന്നു. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ശക്തമായ ബ്രേക്കുകളോട് കൂടിയ എഞ്ചിൻ ഇല്ലാത്ത യന്ത്രം എന്ന് ഈ നിയമത്തിനെ വിളിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു. അടിമത്തത്തിന്റെ പുത്തൻ പ്രമാണം, എ ന്യൂ ചാർട്ടർ ഓഫ് സ്ലേവറി എന്നും ഈ നിയമത്തിനെ വിളിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ഈ നിയമത്തിന്റെ പ്രത്യേകത ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടും. ഇന്ത്യ ഏറ്റവും കൂടുതൽ ആശയങ്ങൾ കടമെടുത്ത നിയമം കൂടിയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്നൊക്കെ നിങ്ങൾക്കറിയാം. അതിനുശേഷം 1940 ലോർഡ് ലിങ്ലിംഗ്തോ ഓഗസ്റ്റ് മാസം 8 മുന്നോട്ട് വയ്ക്കുന്നു. 41 ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിക്കുന്നു, ഇൻഡിവിജ്വൽ സത്യാഗ്രഹ. ഇതിനിടയ്ക്ക് രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിനാൽ ബ്രിട്ടന് ഇന്ത്യയുടെ സഹായം വേണം. അതുകൊണ്ട് ഇന്ത്യക്കാരെ പരമാവധി മയപ്പെടുത്താൻ വേണ്ടിയാണ് പിന്നീട് വന്ന പദ്ധതികളെല്ലാം തന്നെ. ക്രിപ്സ് മിഷൻ 42 ഇന്ത്യയിൽ കാലുകുത്തുന്നു. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തിച്ചേർന്നതെന്ന് 42 മാർച്ച് 22. ക്രിപ്സ് മിഷനെ കുറിച്ച് ഗാന്ധിജി പറഞ്ഞ കമന്റ് കേട്ട് കാണും നിങ്ങൾ. എന്താണ് ഗാന്ധിജി പറഞ്ഞ കമന്റ്? ക്രിപ്സ് മിഷനെ കുറിച്ച് പറഞ്ഞ കമന്റ്: എ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ഓഫ് എ ഫെയിലിംഗ് ഓർ ക്രാഷിംഗ് ബാങ്ക്, അല്ലെങ്കിൽ ആൻ ഔട്ട്ഡേറ്റഡ് ചെക്ക് ഓഫ് എ ഫെയിലിംഗ് ഓർ ക്രാഷിംഗ് ബാങ്ക്. തകർന്ന തരിപ്പണമായി കൊണ്ടേയിരിക്കുന്ന ഒരു ബാങ്കിന്റെ എന്നോ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിളിച്ചത് എന്തിനെയാണ്? ക്രിപ്സ് മിഷനെയാണ്. ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്നാണ് ഇന്ത്യ കണ്ട ഏറ്റവും അവസാനത്തെ ബഹുജന സമരം, ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ബഹുജന സമരത്തിന്റെ പേര് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച വർഷം 1942. ക്വിറ്റ് ഇന്ത്യ സമര പ്രഖ്യാപനം നടത്തിയത് 1942 ഓഗസ്റ്റ് 8 ഗോവാലിയ ടാങ്ക് മൈതാനം, മുംബൈയിൽ. ഗോവാലിയ ടാങ്ക് മൈതാനത്തിന്റെ മറ്റൊരു പേര് അഗസ്റ്റ് ക്രാന്തി മൈതാനം. ഓഗസ്റ്റ് ക്രാന്തി എന്ന വാക്കിനർത്ഥം ഓഗസ്റ്റിലെ വിപ്ലവം എന്നാണ്. ഓഗസ്റ്റ് ക്രാന്തി, ഗോവാലിയ ടാങ്ക്. ഓഗസ്റ്റ് മാസം 8 സമരപ്രഖ്യാപനം, ഓഗസ്റ്റ് 9 സമരം, ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുന്നു. ക്വിറ്റ് ഇന്ത്യ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചതാര്? ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ച അതേ വ്യക്തി തന്നെയാണ് സൈമൺ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിന് സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയത്. സൈമൺ ഗോ ബാക്ക്, ക്വിറ്റ് ഇന്ത്യ, 2 മുദ്രാവാക്യവും മുന്നോട്ട് വെച്ച നേതാവിന്റെ പേര് മറന്നുപോകരുത്, യൂസഫ് മെഹർ അലി എന്നാണ് പേര്. യൂസഫ് മെഹർ അലിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി മുന്നോട്ട് വെച്ച മുദ്രാവാക്യം ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യമാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ചു. 1942. പക്ഷേ ഗാന്ധിജിക്ക് സമരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഗാന്ധിജിയെ രഹസ്യമായി പിടിച്ചുകൊണ്ടുപോയി ജയിലിലടച്ചു ബ്രിട്ടീഷുകാർ ഓഗസ്റ്റ് മാസം 8 തന്നെ. ഇതിനുവേണ്ടി അവർ നടത്തിയ രഹസ്യ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ 0 അവർ എന്നാണ്. ഓപ്പറേഷൻ 0 അവർ. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട ഗാന്ധിജിയെ തടവിൽ പാർപ്പിച്ച ജയിൽ ഏത് എന്ന് ചോദിച്ചാൽ ആഗാഖാൻ കൊട്ടാരത്തിലെ ജയിലിലാണ് താമസിപ്പിച്ചത് ഗാന്ധിജിയെ. ഗാന്ധിജിയോടൊപ്പം സരോജിനി നായിഡു, കസ്തൂർബ ഗാന്ധി, മഹാദേവ് ദേശായി എന്നിവരെല്ലാം ഉണ്ട്. കസ്തൂർബ ഗാന്ധി അന്തരിച്ചത് ഈ ആഗാഖാൻ കൊട്ടാരത്തിലെ തടവ് വേളയിലാണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ഒഴിച്ചുള്ള നെഹ്റു ഉൾപ്പെടെയുള്ള ബാക്കി നേതാക്കളെ അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷുകാർ മറ്റൊരു രഹസ്യ ഓപ്പറേഷൻ നടത്തി. അതിന്റെ പേര് ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട് എന്നായിരുന്നു. ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട്. നെഹ്റുവിനെ പാർപ്പിച്ച ജയിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂനെയിലെ അഹമ്മദ് നഗർ കോട്ട ജയിൽ. അഹമ്മദ് നഗർ കോട്ട ജയിലിലാണ് നെഹ്റുവിനെ പാർപ്പിച്ചത്. നെഹ്റുവിന്റെ ക്വിറ്റ് ഇന്ത്യ സമര ജയിൽവാസ വേളയിൽ തടവുകാർക്കും സഹപ്രവർത്തകർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പുസ്തകം എഴുതി. പുസ്തകത്തിന്റെ പേര് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്, ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഇന്ത്യയെ കണ്ടെത്തൽ. നെഹ്റുവിന്റെ പുസ്തകമാണ്. നെഹ്റുവിന്റെ വിഖ്യാതമായ മറ്റൊരു പുസ്തകമാണ് ഗ്ലിംസസ് ഓഫ് ദി വേൾഡ് ഹിസ്റ്ററി. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഝാൻസി റാണിയെ കുറിച്ച് നെഹ്റു പറഞ്ഞ കമന്റ്: എ വൈറ്റ് സ്പോട്ട് ഓൺ എ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട്, എ ബ്രൈറ്റ് സ്പോട്ട് ഓൺ എ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് എന്ന ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ കുറിച്ച് ജവഹർലാൽ നെഹ്റു പരാമർശം നടത്തിയിട്ടുള്ള പുസ്തകം ഏത് എന്നാണ്. പുസ്തകത്തിന്റെ പേരാണ് ഗ്ലിംസസ് ഓഫ് ദി വേൾഡ് ഹിസ്റ്ററി. മലയാളം
വിശ്വചരിത്രാവലോകനം എന്ന പുസ്തകത്തിലാണ്. മറക്കരുത്, നെഹ്റുവിന്റെ ആത്മകഥ ആൻ ഓട്ടോബയോഗ്രഫി എന്ന് തന്നെയാണെന്ന് മറക്കാതിരിക്കുക. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കേരളത്തിലുണ്ടായ സമരമാണ്, പ്രക്ഷോഭമാണ് കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ജീവപര്യന്തം ജയിലിലടയ്ക്കപ്പെട്ട നേതാക്കളാണ് ഡോക്ടർ കെ.ബി. മേനോൻ, മറ്റൊരാൾ കുഞ്ഞിരാമ കിടാവ്. ഈ രണ്ടുപേരാണ്. കെ.ബി. മേനോന് സുഭാഷ് ചന്ദ്രബോസ് ജയിലിൽ വെച്ച് കത്തെഴുതുന്ന സംഭവമൊക്കെ തന്നെ നിങ്ങൾ ഈ സംഭവത്തിൽ കേട്ട് കാണും. കോഴിക്കോട് ജില്ലയിലാണ് കീഴരിയൂർ ബോംബ് കേസ് നടന്നത്. ക്വിറ്റ് ഇന്ത്യ സമരം കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇനി ഇന്ത്യയെ ഇങ്ങനെ പറ്റിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വിശ്വാസയോഗ്യമായിട്ടുള്ള പദ്ധതികളാണ് പിന്നീട് മുന്നോട്ട് വെച്ചത്. 45-ൽ വേവൽസ് പ്ലാൻ ലോർഡ് വേവൽ മുന്നോട്ട് വെച്ചു. ഷിംല കോൺഫറൻസ് വിളിച്ചു ചേർക്കുന്നു. INC പാകിസ്ഥാൻ വാദം അംഗീകരിക്കാത്തതിനാൽ പിണങ്ങി നിൽക്കുന്നു. അതേസമയം വർഗീയ കലാപങ്ങൾ ശക്തിപ്പെടുന്നു. 45ഓടുകൂടി ഭരണമാറ്റം ബ്രിട്ടനിൽ ഉണ്ടാകുന്നു. ആദ്യമായി ബ്രിട്ടനിൽ പതിറ്റാണ്ടുകളായി ഭരണം നടത്തിയിരുന്ന കൺസർവേറ്റീവ് പാർട്ടിയുടെ തേരോട്ടത്തിന് അറുതി വരുത്തിക്കൊണ്ട് ആദ്യമായി ലേബർ പാർട്ടി സ്ഥാനാർത്ഥിയായി ഒരാൾ മത്സരിച്ച് പ്രധാനമന്ത്രിയാകുന്നു. ആരാണ് ലേബർ പാർട്ടിയുടെ പ്രധാനമന്ത്രിയാകുന്ന വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലെമന്റ് ആറ്റ്ലി. 46-ൽ ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നൽകുന്ന പ്രൊസീജിയറിനെ കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷനെ ഇന്ത്യയിലേക്ക് പറഞ്ഞയക്കുകയാണ്. കമ്മീഷന്റെ പേരാണ് ക്യാബിനറ്റ് മിഷൻ. കേട്ട് കാണും. എന്ത് മിഷനാണ്? ക്യാബിനറ്റ് മിഷൻ. ഇന്ത്യയിലെത്തിയത് 1946 മാർച്ച് 23 ആൻഡ് 24. രണ്ടും ശരിയാണ്. കാരണം മാർച്ച് 23-ന് അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ കറാച്ചി, ധാക്ക എന്നിവിടങ്ങളിലും മാർച്ച് 24-ന് ഡൽഹിയിലും എത്തിച്ചേർന്നു. ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ പെഥവിക് ലോറൻസ്, മറ്റംഗങ്ങൾ സ്റ്റഫോർഡ് ക്രിപ്സ്, A.V. അലക്സാണ്ടർ. ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശപ്രകാരം 46 സെപ്റ്റംബർ 2-ന് ഇടക്കാല മന്ത്രിസഭ നിലവിൽ വരുന്നു. 46 ഡിസംബർ 6-ന് ഭരണഘടനാ നിർമ്മാണ സമിതി, ഡിസംബർ 9-ന് ആദ്യ സമ്മേളനം, ഡിസംബർ 11-ന് സ്ഥിരം പ്രസിഡന്റായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തിരഞ്ഞെടുക്കപ്പെടുന്നു. 47 ഫെബ്രുവരി 20 ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമന്റ് ആറ്റ്ലി ആദ്യമായി ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ്. ഇതിനെ ധീരമായ കാൽവെപ്പ്, ബുദ്ധിപരവും സാഹസികവുമായ തീരുമാനം എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? ആറ്റ്ലിയുടെ വിഖ്യാതമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഉണ്ടായ ഡേറ്റ് എന്നായിരുന്നു? 47 ഫെബ്രുവരി 20. ഈ പ്രഖ്യാപനത്തെ ധീരമായ കാൽവെപ്പ്, ബുദ്ധിപരവും സാഹസികവുമായ തീരുമാനം എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവാണ്. 47ഓടുകൂടി ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയ്ക്ക് ഒരു അതിർത്തി രേഖ നിർണ്ണയിക്കുകയും ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു പ്ലാൻ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നു. വിച്ച് വാസ് ദി പ്ലാൻ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഓർഡർ ടു ഡിറ്റർമിൻ ദി ലൈൻ ഓഫ് കൺട്രോൾ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇന്ത്യ വിഭജനം നടപ്പിലാക്കാൻ അവതരിപ്പിക്കേണ്ട പദ്ധതിയുടെ പേര് മൗണ്ട് ബാറ്റൻ പ്ലാൻ. അവതരിപ്പിക്കപ്പെട്ട ഡേറ്റ് 1947 ജൂൺ 3. That's why this plan also referred as June 3rd plan, ബാൽക്കൻ പ്ലാൻ, ഡിക്കി ബേർഡ് പ്ലാൻ എന്നിങ്ങനെ എല്ലാം അറിയപ്പെടുന്ന പദ്ധതിയാണ് മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്നെല്ലാം അറിയപ്പെടുന്നു. ഓക്കെ അല്ലേ? മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരം ഇന്ത്യ പാകിസ്ഥാൻ നിയന്ത്രണ രേഖ നിശ്ചയിക്കാൻ ബൗണ്ടറി കമ്മീഷന്റെ ചെയർമാനായി നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ്, കേട്ട് കാണും, സർ സിറിൽ റാഡ്ക്ലിഫ്. അങ്ങനെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന അർദ്ധരാത്രി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ അർദ്ധരാത്രി ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ വെച്ച് ജവഹർലാൽ നെഹ്റു ഒരു വിഖ്യാതമായ പ്രസംഗം നടത്തി. LGS പരീക്ഷയ്ക്ക് തന്നെ ചോദിച്ച ചോദ്യമാണ്. ഫേമസ് സ്പീച്ച് ഓഫ് ജവഹർലാൽ നെഹ്റു ഡ്യൂറിംഗ് ദ മിഡ് നൈറ്റ് ഓഫ് ഇന്ത്യാസ് ഫ്രീഡം. പ്രസംഗത്തിന്റെ പേര് വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്നാണ്. ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി, വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന വിഖ്യാത പ്രസംഗം നടത്തിയത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ആരാണ് നടത്തിയത്? അത് ജവഹർലാൽ നെഹ്റു. അതിലെ വരികൾ നിങ്ങൾ കേട്ട് കാണും, സ്കൂൾ പാഠപുസ്തകത്തിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്താണ്? ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം ഇതാ സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെഴുന്നേൽക്കുന്നു. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം ഇതാ സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെഴുന്നേൽക്കുന്ന പ്രസംഗമാണ് ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി, വിധിയുമായുള്ള കൂടിക്കാഴ്ച. ഈ പ്രസംഗമെല്ലാം കഴിഞ്ഞ് നേരം പ്രഭാതമാകുന്നു. സ്വതന്ത്ര ഇന്ത്യയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ത്യക്ക് ഒരു ഭരണഘടന നിലവിൽ വന്നില്ല. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന തയ്യാറാക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഏത് നിയമപ്രകാരമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നടപ്പിലാക്കപ്പെട്ടത്? മാത്രമല്ല, ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന ഗവർണർ ജനറൽ ആയിരുന്ന മൗണ്ട് ബാറ്റൺ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലായി മാറുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന വൈസ്രോയും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയത് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ മൗണ്ട് ബാറ്റൺ.
മൗണ്ട് ബാറ്റൺ ഇങ്ങനെ ആദ്യ ഗവർണർ ജനറൽ ആകാൻ കാരണം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെടാൻ കാരണമല്ല ഒരു നിയമം. ഏത് നിയമമാണ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. മറക്കരുത്, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. ഈ നിയമത്തിന്റെ മറ്റൊരു പ്രത്യേകത, ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങളിൽ ഏറ്റവും ചെറിയ നിയമം, സ്മോളസ്റ്റ് ആക്ട് വിച്ച് പാസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് പാർലമെന്റ് ഫോർ ഇന്ത്യ എന്നറിയപ്പെടുന്ന നിയമം കൂടിയാണ് എന്നറിയപ്പെടുന്നത് നമ്മൾ ഈ പറയപ്പെട്ട ഇൻഡിപെൻഡൻസ് ആക്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇതുവരെയുള്ള ചരിത്രമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ജനറൽ നോളജിന്റെ ചരിത്ര ഭാഗത്ത്. പിന്നീട് നമുക്കറിയാം പൗരന്റെ അവകാശങ്ങളും കടമകളും. നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ, ഒരുപാട് വെല്ലുവിളികൾ നമ്മുടെ ഇന്ത്യ നേരിട്ടു. അഭയാർത്ഥി പ്രവാഹം, അല്ലേ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, വർഗീയ കലാപങ്ങൾ, അതിനെക്കുറിച്ചെല്ലാമാണ് 5 മാർക്കാണ്. അതുപോലെ പൗരന്റെ അവകാശങ്ങളും കടമകളും, ഭരണഘടന എന്ന് പറയും, മൗലിക അവകാശങ്ങൾ, മൗലിക കടമകൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നിങ്ങനെയുള്ള ഭാഗങ്ങൾ 5 മാർക്ക്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അല്ലേ, ജിയോഗ്രാഫിക്കൽ ഡിവിഷൻസ്, ഇന്ത്യയുടെ ഭൂപ്രതിഭാഗങ്ങൾ, ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമുദ്രം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശങ്ങളും ദ്വീപുകളും എന്നിങ്ങനെയുള്ള ഭാഗമാണ്. അതുപോലെ കേരളത്തിന്റെ അടിസ്ഥാന ഭൂമിശാസ്ത്ര വിവരങ്ങൾ, മലനാട്, ഇടനാട്, തീരപ്രദേശങ്ങൾ വ്യാപിച്ചു കിടക്കുന്നു. സമുദ്രനിരപ്പിനേക്കാൾ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം, ഏറ്റവും താഴ്ന്ന പ്രദേശം, നദികൾ, കായലുകൾ, കിഴക്കോട്ടൊഴുകുന്ന നദികൾ, പടിഞ്ഞാറൊഴുകുന്ന നദികൾ, ദേശീയോദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ, കേരളത്തിന്റെ മണ്ണിനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് 10 മാർക്കിൻ ടോപ്പിക്. കേരള ജോഗ്രഫി 10 മാർക്കാണ്. അതുപോലെ നമ്മുടെ 5 മാർക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ പോരാട്ടങ്ങളാണ്. അഞ്ചുതെങ്ങ് കലാപം മുതൽ, ആറ്റിങ്ങൽ കലാപം മുതൽ, പിന്നിങ്ങോട്ട് മാർത്താണ്ഡവർമ്മയുടെ കുളച്ചൽ യുദ്ധം മുതൽ, പഴശ്ശി വിപ്ലവങ്ങൾ, കുറിച്യ ലഹള മുതൽ, മലബാർ കലാപം മുതൽ, ഇങ്ങോട്ട് കേരളത്തിൽ ഉപ്പുസമരം മുതൽ, നിയമലംഘന പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ സ്വദേശി പ്രസ്ഥാനം മുതൽ, കേരളത്തിൽ നടന്ന കീഴരിയൂർ ബോംബ് കേസ് മുതൽ ഇങ്ങോട്ട് നടന്ന പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മൂവ്മെന്റുകളാണ്. നാട്ടുകാർ ഭരിക്കണം എന്ന മുദ്രാവാക്യം ആദ്യമായി മുന്നോട്ട് വെച്ചത് കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വേലുത്തമ്പി ദളവയുടെ പോരാട്ടം മുതൽ ഇങ്ങോട്ടുള്ള പോരാട്ടങ്ങളെല്ലാം തന്നെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ മുന്നേറ്റങ്ങൾ. 5 മാർക്കിന്റെ ടോപ്പിക്കാണ്. അതുപോലെ ശാസ്ത്ര, സാങ്കേതിക, കലാ, സാംസ്കാരിക, സാഹിത്യ, രാഷ്ട്രീയ മേഖലയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ 5 മാർക്ക് എന്നിങ്ങനെയാണ് നമ്മുടെ കോമൺ GK ടോപ്പിക്ക്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ വളരെ പെട്ടെന്ന് ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. നമ്മുടെ പഠനങ്ങൾ വളരെ ആഴത്തിലായിരിക്കണം. നോക്കുക, നമ്മുടെ ഇതൊക്കെ നിസ്സാരമായിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ്. ഭരണഘടനയുമായി ബന്ധപ്പെട്ട് കടമെടുത്ത ആശയങ്ങൾ, എവിടെ നിന്നാണ് ഓരോ ആശയങ്ങളും കടമെടുത്തത് ഉണ്ടോ? ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതാണ് എന്നിങ്ങനെ. എന്നാൽ ഈ ഒരു ചോദ്യം നോക്കുക, ഒരു വനിതാ പോലീസ് കോൺസ്റ്റബിളിന്റെ ഒരു നിസ്സാരപ്പെട്ട ചെറിയ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റ്, നിയമവിരുദ്ധം, അപക്വമായത്, ദാരുണമായത്, അപകടകരം എന്നിങ്ങനെ വിശേഷിപ്പിച്ച ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗം ആരായിരുന്നു എന്നാണ്. നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 46 ഡിസംബർ 13-ാം തീയതിയാണ്. ഈ ലക്ഷ്യപ്രമേയം അംഗീകരിച്ചു. അതാണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. പക്ഷെ അതിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച ഒരു അംഗമുണ്ട്. ഇറ്റ് ഈസ് റോങ്, ഇല്ലീഗൽ, പ്രിമച്ചർ, ഡിസാസ്റ്റർസ് ആൻഡ് ഡേഞ്ചറസ് എന്ന് പറഞ്ഞൊരു വ്യക്തി. അത് വേറെ ആരുമല്ല, ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമായിരുന്ന മുകുന്ദ് റാം റാവു ജയ്ക്കർ എന്നൊരു ഓപ്ഷൻ കണ്ടോ. മുകുന്ദ് റാം റാവു ജയ്ക്കർ എന്നതാണ് ഇവിടുത്തെ ശരി ഉത്തരം. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ ചോദ്യങ്ങൾ കൂടി നോക്കിക്കൊണ്ട് നിങ്ങൾ പഠനം പൂർത്തീകരിക്കേണ്ടതുണ്ട്. നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കർ, നിങ്ങളുടെ LGS പരീക്ഷയൊക്കെ കഴിഞ്ഞതിന് ശേഷം നവംബർ മാസം 18-ാം തീയതി ആരംഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട 10th ലെവൽ പ്രിലിംസിന്റെ ഒരു ക്രാഷ് കോഴ്സ് ആരംഭിക്കുകയാണ്. പ്രിലിമിനറിയുടെ ക്രാഷ് കോഴ്സ് നിങ്ങൾക്കും സ്വന്തമാക്കാം. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം. 45 ദിവസം നീണ്ടു നിൽക്കുന്ന വ്യക്തമായി ടൈം ടേബിളോട് കൂടിയ, ലൈവ് സെക്ഷൻസോട് കൂടിയ, PDF നോട്ടോട് കൂടിയ ഒരു ക്ലാസ് ആണ്. 45 ദിവസം ഡ്യൂറേഷനാണ് ഈ ക്ലാസ്സിന്. ഇതിൽ അംഗമാകാനായി നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം, തിരക്കാം. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വളരെ മനോഹരമായി, വളരെ മികച്ച രൂപത്തിൽ ഈ വരാൻ പോകുന്ന LGS പരീക്ഷ എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്കിനി എല്ലാവർക്കും മറ്റൊരു ലൈവ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.